ഹായ് നമസ്കാരം. ഞാൻ കൈപ്പള്ളി വിഷ്ണു, HVAC കൺസൾട്ടൻ്റാണ്. കഴിഞ്ഞ 19 വർഷമായിട്ട് തൃശ്ശൂർ കൂൾ ഹൗസ് എന്നൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുവരുന്നു. ഇപ്പം നമുക്കറിയാം ചൂട് വരുന്ന ഒരു സമയമാണ്. AC പലരും വാങ്ങാൻ ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്ത് വാങ്ങുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നമ്മളൊരിക്കലും പഴയ അല്ലെങ്കിൽ ഫിക്സഡ് സ്പീഡ് AC കമ്പയർ ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ ഇൻവേർട്ടർ AC നിങ്ങൾ വാങ്ങാതിരിക്കാൻ ശ്രമിക്കണം. കാരണം ഫിക്സഡ് സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇത് വേരിയബിൾ സ്പീഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എഫിഷ്യൻസിയിൽ വളരെ കുറവ് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ AC വാങ്ങുമ്പോൾ അതിൻ്റെ റൂം സൈസ് വളരെ കൃത്യമായിട്ട് തന്നെ പാലിച്ച് വാങ്ങാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ 1-2 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ AC-ക്ക് എഫിഷ്യൻസി ഇല്ല എന്നൊരു ബുദ്ധിമുട്ടിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. തണുപ്പ് കുറവാണ് എന്നൊക്കെ പറഞ്ഞ് കമ്പനിക്കാരുമായിട്ടോ അല്ലെങ്കിൽ ഡീലർമാരുമായിട്ടൊക്കെ ഒരു ചെറിയ ഇഷ്യൂസിനൊക്കെ സാധ്യതകളുള്ളതുകൊണ്ട് എപ്പോഴും വളരെ ശ്രദ്ധിക്കുക. മേക്ക് ഷുവർ ഒരു 120 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള റൂമിലായിരിക്കട്ടെ 1 ടണ്ണും, അതുപോലെ ഒരു 180 സ്ക്വയർ ഫീറ്റിൽ താഴെ ആയിരിക്കട്ടെ 1.5 ടണ്ണും എന്ന് ചിന്തിക്കുക. പിന്നെ ഇതിൻ്റെ ഇടയിൽ വന്നാലും പരമാവധി നമ്മൾ ഇപ്പോൾ ഒരു ടണ്ണ് പോരാ എന്ന 1.5 വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്ന ഒരു സ്ഥലത്താണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും 1.5 ടണ്ണിന് പോകാം. കാരണം നമ്മൾ ഫിക്സഡ് സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1 ടൺ AC-യും 1.5 ടൺ AC-യും തമ്മിൽ പവർ കൺസപ്ഷനിൽ ഇൻവേർട്ടർ AC-കൾക്ക് വേരിയേഷൻ അധികം ഉണ്ടാവില്ല. കാരണം അത് റൂമിനനുസരിച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും കുറച്ച് എഫിഷ്യൻസി കൂടിയ രീതിയിലുള്ള ടണ്ണേജ് കൂടിയതിലുള്ള ഇൻവേർട്ടർ AC-കളിൽ വാങ്ങാൻ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.